വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ഇനി ഏതാനും സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ആളുകളെല്ലാം തന്നെ കാലിക്കടവ് മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ മന്ത്രി AK ശശീന്ദ്രനുണ്ട്. ഈ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സംഘാടനത്തിൽ അതിൻ്റെ ചുക്കാൻ പിടിച്ച മന്ത്രി കൂടിയാണ് AK ശശീന്ദ്രൻ. ഇപ്പോൾ ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം പ്രൗഢമായിരിക്കും ഇന്നത്തെ ചടങ്ങ്? കഴിഞ്ഞ 9 വർഷക്കാലമായി നവകേരള സൃഷ്ടിക്ക് വേണ്ടി പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അതിൻ്റെ 2ാം ഊഴം വന്നപ്പോൾ 4 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ പോയ കാലങ്ങളിൽ കേരളത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ, അത് വികസന മേഖലയിലായാലും ആരോഗ്യമേഖലയിലായാലും അതുമായി ബന്ധപ്പെട്ട സർവതല സ്പർശിയായ വികസന മേഖലകളിലെല്ലാം കേരളം നേടിയ അസൂയാവഹമായ മാറ്റങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ജനകീയ സംവാദത്തിലൂടെ ആശയവ്യക്തത വരുത്തി മുന്നോട്ട് പോകുന്നതിനുമാണ് ഈ 4ാം വാർഷികാഘോഷ പരിപാടികളെ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദൗർഭാഗ്യകരമായ ഒരു അനുഭവം, വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഗവൺമെൻറ്റിനോട് പല കാരണങ്ങളാൽ പല ശക്തികളും നിസ്സഹരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കേണ്ട ബാധ്യത പൂർണ്ണമായും സർക്കാരിലെത്തിയിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവരിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചവരിലും യഥാർത്ഥ വസ്തുത അവതരിപ്പിച്ച് അനുകൂലമായ മനംമാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് പ്രയോജനകരമായ വിധത്തിലാണ് ഇന്നു മുതൽ മെയ് മാസം 30-ാം തീയതി വരെ വിവിധങ്ങളായ വികസന സംവാദ ചർച്ചകളിലൂടെ, ആഘോഷ പരിപാടികളല്ല, ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും കാലം ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവതരിപ്പിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു സെഷൻ, അത് ഗവൺമെൻറ് അല്ല. കാരണം ഗവൺമെൻറ് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ പങ്കുപേറുകയൊക്കെയാണ്. അപ്പോൾ ഒരു വശത്ത് ഗവൺമെൻറ്റും മറുവശത്ത് ഒപ്പം ജനങ്ങളും അണിനിരക്കുന്ന അപൂർവ കാഴ്ചക്കാണ് കേരളം ഈ ഒരു മാസം ദൃക്സാക്ഷിയാകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്. ഇവിടെ ഓരോ ദിവസവും ഇത്തരം പരിപാടികൾ നടക്കുന്നതോടൊപ്പം തന്നെ ഓരോ സെക്ഷൻ വൈസ് യുവജനം, വിദ്യാർത്ഥി, സ്ത്രീകൾ, അധ്യാപകർ, ദളിതർ, പിന്നോക്കക്കാർ തുടങ്ങിയ വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംവാദ സദസ്സ് ഇതൊരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഫലപ്രദമായ കാര്യക്ഷമമായ നടത്തിപ്പുറപ്പ് വരുത്തണം. അങ്ങനെ നടത്തിപ്പുറപ്പ് വരുത്തണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും തമ്മിലുള്ള സൗഹൃദപരമായ ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ ഫലമായി കഴിഞ്ഞ നവകേരള സദസ്സിൻ്റെ കാലത്ത് ഗവൺമെൻറ്റിന് മുമ്പാകെ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ അത് നടപ്പിലാക്കുന്നതിൽ എന്തെല്ലാം പുരോഗതി ഉണ്ടായി, നടപ്പിലാക്കാൻ ബാക്കിയുള്ളത് എന്താണ്, അതിനുള്ള കാരണങ്ങൾ എന്താണ്, അത് പരിഹരിച്ച് ഇനിയും വരുന്ന 25 വർഷക്കാലത്തേക്ക് നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്നതിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചിത്രം ഗവൺമെൻറ്റിന് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കേണ്ടതുണ്ട്. കേവലം ആഘോഷമല്ല, കാരണം സർക്കാർ നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച. കേരളം കഴിഞ്ഞ കാലങ്ങളിലൊന്നും പരീക്ഷിക്കാത്ത വിധത്തിൽ ക്രിയാത്മകമായ സഹകരണവും സംവാദവും ആശയവ്യക്തതയും വരുത്തിക്കൊണ്ടുള്ള ഒരു തെളിച്ചമുള്ള കാഴ്ചപ്പാട് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രയോജനകരമായ വിധത്തിലാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. കാസർഗോഡ് ഈ പദ്ധതി ഒരു സാധാരണ നിലയിൽ കാസർഗോഡല്ല തുടങ്ങാതെ, എന്നാൽ ഇത്തവണ ഉത്തരമലബാറിൻ്റെ വികസനത്തിൽ കുറേ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ് ഗവൺമെൻറ്റിനുണ്ടായതിൻ്റെ ഫലമായാണ് കാസർഗോഡ് നിന്ന് ആരംഭിക്കാനും കാസർഗോഡൻ മാതൃക മറ്റുള്ളവർക്ക് അനുകരിക്കത്തക്ക വിധത്തിലുള്ള മികച്ച സംഘാടന രീതി കൊണ്ടും അവതരണ രീതി കൊണ്ടും ഫലപ്രദമായ എക്സിബിഷനിലൂടെയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർക്ക് അത് അനുകരിക്കാൻ കഴിയും. അങ്ങനെ കേരളത്തിൻ്റെ മുമ്പിൽ ഒരു വികസന സെമിനാറും സംവാദവും എങ്ങനെ നടക്കുമെന്ന മാതൃക കൂടി കാട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്
ഇവിടുത്തെ സംഘാടക സമിതി അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലം MLA തൃക്കരിപ്പൂർ MLA രാജഗോപാലനും ഇവിടുത്തെ MLAമാരും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സാമൂഹ്യ രാഷ്ട്രീയ സംഘടന മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘാടകർ എല്ലാവർക്കും അവസരം കൊടുക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്തൊരു പ്രത്യേകത, ഇത്തവണ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരു ദിവസം എല്ലാ ദിവസവും 2 മണിക്കൂർ അവരുടെ കലാപ്രതിഭകളെയും അവരുടെ മറ്റു തരത്തിലുള്ള സർഗ്ഗവാസനകളെയും ജനങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി നൽകിക്കൊണ്ടുള്ള ഒരു പുതുമ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാം ചിട്ടയായി നടക്കുമെന്ന നല്ല ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരും നല്ല നിലയിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇന്നലെ രാത്രി 2 മണി വരെയും ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പം വീണ്ടും റെഡിയായി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഒരു കൗതുക കാഴ്ചയായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ദ്രുതഗതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ കേരളത്തെ കാണണം. നിങ്ങളുടെ മുമ്പിൽ മറ്റുള്ളവർ അവതരിപ്പിക്കുന്ന കേരളമല്ല, വികസനത്തിൻ്റെ അതിശക്തമായ കാറ്റ്, ഒരു പുതിയ ദിശയിലേക്കുള്ള കാറ്റ്, ഗുണപരമായ ഒരു കാറ്റ്, ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിർത്തുന്ന ഊർജ്ജ സ്രോതത്തായി കേരളത്തിലെ ഗവൺമെൻറ്റും അതിൻ്റെ തലവൻ പിണറായി വിജയനും മാറും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ 9 വർഷക്കാലം സമാനതകളില്ലാത്ത വികസനമാണ് നടന്നത് എന്നും. കേരളത്തെ അടയാളപ്പെടുത്തുമ്പോൾ ഇനി 2016 മുമ്പും 2016 ശേഷവും എന്ന് അടയാളപ്പെടുത്തും അല്ലേ? അല്ല, തീർച്ചയായും ശ്രദ്ധേയമായ മാറ്റം. കാരണം വികസനോന്മുഖമായ രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വികസനത്തിലൂടെയാണ് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുക എന്ന ഒരു കാഴ്ചപ്പാടാണ്. മറ്റേത് ഒരു ഏകപക്ഷീയമായ ഒരു കാഴ്ചപ്പാടാണ്. പാവങ്ങളെ മാത്രം സഹായിക്കുക, സാധാരണക്കാരനെ മാത്രം. അപ്പോൾ ജനക്ഷേമകരമായ പദ്ധതികൾക്കുള്ള പ്രാധാന്യം വെട്ടിക്കുറക്കാതെ തന്നെ വികസന മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് കഴിയുന്നതിൻ്റെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചൊരു മാതൃകയായിരുന്നു കിഫ്ബി. ആ കിഫ്ബിയിലൂടെയുണ്ടായ ജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ, ഗുണങ്ങൾ, അതാണ് നമ്മൾ കേരളത്തിലെ 14 ജില്ലയിലും ഈ വരുന്ന ഒരു മാസക്കാലം കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാൻ, വരിക, ഈ നേട്ടങ്ങൾ കാണുക, തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുമായി ചർച്ച നടത്തിയുള്ള വികസനമാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള വികസനമാണ് LDF സർക്കാരിൻ്റെ ലക്ഷ്യം. മിനിസ്റ്റർ സൂചിപ്പിച്ചു സംസാരത്തിനിടയിൽ, ഇത്തരം വികസനം നടക്കുമ്പോഴും അതിനെ അംഗീകരിക്കാതെ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം, അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള സാമ്പത്തികമായ ഉപരോധം, സംസ്ഥാന സർക്കാരിന് മേലെയുള്ള വലിയ കേന്ദ്രം നൽകേണ്ട സഹായം പോലും നൽകാത്തൊരു സാഹചര്യം, ഒരു ബദൽ തീർത്തുകൊണ്ട് ഈ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിൽ കേരളം മുന്നോട്ട് പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2016 മുതൽ കേരളത്തിൽ നടക്കുന്ന വികസനോന്മുഖമായ രാഷ്ട്രീയ ലക്ഷ്യബോധത്തെക്കുറിച്ചുള്ള ഭയമാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തെ നയിക്കുന്നത്. ആ ഭയത്തിൽ നിന്നും അവർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഈ നിഷേധാത്മകമായ നിലപാട് ജനങ്ങളുടെയും നാട്ടിൻ്റെയും വികസനത്തിനെതിരാണ്. മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആ നിലപാടിനെ കഴിഞ്ഞ പരീക്ഷണകാലത്ത് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നാണ് രണ്ടാം ഊഴമായി പിണറായി വിജയൻ സർക്കാർ തിരിച്ചു വരാനുള്ള കാരണം എന്ന തിരിച്ചറിവ് ദൗർഭാഗ്യവശാൽ അവർക്ക് ഇനി ഉണ്ടായില്ല. എന്നാൽ മറ്റൊരു വശം പറയേണ്ടത്, മാധ്യമങ്ങളും നല്ലതിനെയും ചീത്തയും തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. പക്ഷേ നല്ലതിനെ അവതരിപ്പിക്കാതെ തെറ്റുകളെ മാത്രം പർവ്വതീകരിച്ച് ഇവിടെ എന്തോ നടക്കാൻ പാടില്ലാത്തതും ലോകത്തിലൊരിടത്തും ഇല്ലാത്തതുമായ എന്തോ ഒരു അപകടത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയാണെന്ന് ഉള്ള നിലയിലുള്ള അപവാദ പ്രചരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ നിന്നും അവർ പിന്തിരിയുമ്പോഴാണ് അവരും ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുക. ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന വികസനമാണ്. ആ വികസനമെന്ന് പറയുന്നത് ജനങ്ങളുടെ ആകെ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട വികസനമാണ്. അങ്ങനൊരു സാമ്പത്തിക പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടി പിൻബലത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയെ കൂടി മറികടക്കുന്ന രീതിയിൽ അല്ല, ഞങ്ങൾക്കിപ്പോൾ ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ആരെതിർത്താലും ദോഷൈകതൃക്കളുടെ എതിർപ്പ് ജനങ്ങൾ മനസ്സിലാക്കും. സതുദ്ദേശത്തോടുകൂടി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും. മൂന്നാം ഊഴം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാകും എന്ന നിലയിലേക്കുള്ള ട്രെൻഡ് എങ്ങനെ, ആ മാറ്റം, ആ ചിന്ത എന്തുകൊണ്ട് ജനങ്ങളിൽ ഉണ്ടായി എന്ന് പരിശോധിക്കാനും പഠിക്കാനും പ്രതിപക്ഷം, ഞങ്ങളുടെ വിമർശകർ ശ്രമിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ.
ഏതായാലും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കഴിഞ്ഞ 9 വർഷക്കാലത്തെ കേരളത്തിൻ്റെ നേട്ടങ്ങൾ കാണുന്നതിന് വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ ക്ഷണിക്കുകയാണ്. അടുത്ത മാസം 23 വരെ നടക്കുന്ന പരിപാടി. അതോടൊപ്പം തന്നെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെറും പ്രദർശന വിപണന മേള അല്ലെങ്കിൽ വാർഷിക ആഘോഷം എന്നതിനും അപ്പുറത്ത് സംസ്ഥാന സർക്കാർ നടത്തി വരുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ ഒരു വിലയിരുത്തൽ. നേരത്തെ തന്നെ അദാലത്തുകൾ നടന്നിട്ടുണ്ട്, നവകേരള സദസ്സുകൾ നടന്നിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തത്, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ എന്ത് പരിമിതിയാണ് അതിനുണ്ടായിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത്. സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി, പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ കൂടിയാണ് നടക്കാൻ പോകുന്നത് എന്ന് മന്ത്രി ആത്മവിശ്വാസത്തോടെ പറയുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വികസനമാണ് ആവശ്യം. ആ വികസനം തിരിച്ചറിയാതെ പ്രതിപക്ഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് രണ്ടാം LDF സർക്കാർ, തുടർച്ചയായ രണ്ടാമത്തെ സർക്കാർ വന്നത്. മൂന്നാമത്തെ സർക്കാരും വരും കേരളത്തിൽ എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത്. ഇവിടെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ഓരോ വകുപ്പിലും നടന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിശദമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള പവലിയനുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള ഉപാധികളുണ്ടാകും. അങ്ങനെ ജനങ്ങൾക്ക് നിരന്തരം വന്ന് കേരളത്തിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജീവമായ സ്റ്റാളുകളും പവലിയനുകളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ തുടക്കം കുറിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ ഉദ്ഘാടനത്തിന് ശേഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഏപ്രിൽ 21 മുതൽ 27 വരെ നീണ്ടു നിൽക്കുന്ന ഈ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ കൂടി ഉദ്ഘാടനം ഇവിടെ ഇവിടെ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 10 മണിക്കാണ് ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ആ ബോർഡിലേക്ക് നോക്കിയാൽ കാണാം, കേരളം മാതൃകയാണ്, സുസ്ഥിര വികസന സൂചികയിൽ 1ാമത്. അങ്ങനെ വിവിധ സൂചികകളിൽ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു. അതുവഴിയാണ് ആളുകൾ നമ്പർ 1 കേരളം. തൊഴിലാളികൾക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനം, വ്യവസായ സൗഹൃദത്തിൽ 1ാമത്, അതിദരിദ്രരില്ലാത്ത കേരളം. ഒരുപക്ഷെ രണ്ടാം LDF സർക്കാരിൻ്റെ തുടർച്ചയായി വന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു അതിദരിദ്രരില്ലാത്ത കേരളം ഉണ്ടാക്കുക എന്നത്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ കേരളം വിവിധ സൂചികകളിൽ നേടിയ നേട്ടങ്ങൾ കൃത്യമായും വ്യക്തമായും എടുത്തു പറയുന്നുണ്ട്. വളരെ സജീവമായ രീതിയിൽ വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാത്തിനും ഉപരി ഇതൊരു വാർഷികാഘോഷം എന്നതിനപ്പുറത്ത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലും ഒരു അവലോകനം കൂടിയാണ് എന്നാണ് മന്ത്രി കെ ശശീന്ദ്രൻ പറയുന്നത്. കൃത്യം 10 മണിക്ക് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനിയിൽ നടത്തും. അതിനുശേഷം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് വിവിധ മേഖലകളിലുള്ള ആളുകളുമായി സംവദിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ പ്രൊഫഷണലുകൾ, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള 500ഓളം പേർ മുഖ്യമന്ത്രിയുമായി സംവദിക്കും. വൈകുന്നേരം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ വലിയ പിന്തുണ നൽകിക്കൊണ്ട് LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ബഹുജന റാലിയും നടക്കും. മനു.